ഹിന്ദുത്വവാദികളുടെ വർഗീയ പ്രചരണം ഭീകരമായിരുന്നുകൊണ്ടും പിന്നെ എല്ലാത്തിലും ഉപരി വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിക്കൊണ്ടുമാണ് BJPയും JDUവും ജയിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയേണ്ടതുമായ ന്യായം തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ പുള്ളി അടിവച്ച് ഇതേ ബംഗാൾ ആസാം തെരഞ്ഞെടുപ്പ് വരെ എത്തി. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വോട്ടെണ്ണലിൻ്റെ തലേദിവസം വരെ പുള്ളി ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നി. SIR ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, പിന്നെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും BJP അങ്ങനെ ഇത്ര വലിയ വിജയം നേടിയത് ബിനോജ് നായർ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. അപ്പോൾ പുള്ളി ഈ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക വീഡിയോ കണ്ടിരുന്നു. ഒരു കുറച്ചധികം ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ്, 25-26 മിനിറ്റ് ഉണ്ട്. അതിൽ പുള്ളി ഈ ജില്ലകൾ വേർതിരിച്ച് മണ്ഡലങ്ങൾ വേർതിരിച്ച് ഒരു വിശകലനം നടത്തുന്നുണ്ട്. വളരെ രോഷാകുലനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ വീഡിയോയുടെ അവസാനം പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഉത്തര ദിനാജ്പൂർ, അതുപോലെ മാൽഡ, മുർഷിദാബാദ്, ഇത് മൂന്നും മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമുള്ള ജില്ലകളാണ്. അവിടുത്തെ ഓരോ മണ്ഡലം എടുത്തിട്ട് അവിടെ തൃണമൂലിന് എത്ര കിട്ടി, BJPക്ക് എത്ര വോട്ട് കിട്ടി, CPMന് എത്ര കിട്ടി, കോൺഗ്രസ്സിന് എത്ര കിട്ടി, പിന്നെ ഹുമയൂൺ കബീർ ഉണ്ടാക്കിയ പാർട്ടിക്ക് എത്ര വോട്ട് കിട്ടി, ഇന്ത്യൻ സെക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു PDP ഉണ്ട്, അവർക്ക് എത്ര വോട്ട് കിട്ടി, ഈ കണക്കുകളെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും BJPയാണ് ജയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം